ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും ഈ ബ്രൈഡലിന്റെ ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് എപ്പോഴാണ് കല്യാണം ഓൾറെഡി ഞങ്ങളുടെ കല്യാണം ഓൾറെഡി ഒരു ഫ്രണ്ട്സിനൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് കല്യാണം. അപ്പോൾ ഇനി പക്ഷെ ഗ്രാൻഡ് ആയിട്ടൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്സ്, കുറച്ച് ഞങ്ങൾ അടുത്തറിയുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ കല്യാണത്തിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. കുറെ ഇൻഫ്ലുവൻസിന്റെ കല്യാണം ഇങ്ങനെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒന്നും കൂടെ ഒന്ന് കെട്ടാം, ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾക്ക് കെട്ടാം എന്ന് വിചാരിച്ചു. കല്യാണം അത് കുറെ മുമ്പാണ്. ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് കഴിഞ്ഞൊരു കല്യാണം. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് വൈബ്രന്റ് ആയിട്ട് കഴിക്കണം. ആഗ്രഹമുണ്ടോ? ബീച്ച് വെഡിങ് ചെയ്യണം, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇനി കുറച്ച് ആശി സംസാരിക്കുന്നത് ഞാൻ തന്നെ സംസാരിച്ച എല്ലാ ഇന്റർവ്യൂ ഞാൻ മിക്ക ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. ആശി ഒന്നും സംസാരിക്കാറില്ലേ, സൈലന്റ് ആണ്. സംസാരിക്കുന്നത് മുഴുവൻ ഇവിടെ സപ്പോർട്ടിങ് അങ്ങനെയാണോ? ആശി പൊതുവെ ആശി നന്നായിട്ട് ഒരിക്കലല്ല. ഫസ്റ്റ് ഒരാൾ കാണുമ്പോൾ ഉള്ളൊരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനോട് എന്നെക്കാട്ടി കൂടുതൽ കമ്പനി ആവുന്നതും കുറച്ച് കഴിഞ്ഞാല് എന്നോട് അല്ല, എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്, കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. കാരണം എന്നോട് പറയും എന്താണ് എന്നെ വിളിക്കില്ല, ആശിനെ വിളിക്കണം, നീ എവിടെയാ അങ്ങനെയാ. കാരണം അത്രയും ആശയമായിട്ട് പിന്നെ നല്ല കമ്പനിയാവും. ഇപ്പൊ ഇവൻ വിനു ഒക്കെ എന്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ഇവരോടാണ് കമ്പനിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആശിനോട് ചോദിക്കാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിക്കാനും. അപ്പോ ജാസി ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആശി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ട്രാൻസ് പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം അയക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. ഉണ്ട്, പക്ഷെ എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കേസാണ്. അപ്പോ എങ്ങനെയായിരുന്നു വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ജാസിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൽ? വീട്ടിലെല്ലാം പ്രശ്നങ്ങളാ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴും വീട്ടിലൊക്കെ കേറ്റാറില്ലേ? എങ്ങനെയാണ്? ഇല്ല പോവാറില്ല. എന്റെ വീട്ടിലേക്ക് പോവാറുണ്ട്, പോവാറില്ല. കോണ്ടാക്ട് ഒക്കെ ഉണ്ട് കേട്ടോ. മുഴുവനായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ലായൊന്നുമില്ല. കോണ്ടാക്ടും വീട്ടിൽ ഉമ്മാനെ വിളിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, കോണ്ടാക്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ, അത്രേ ഉള്ളൂ. ആഷിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇപ്പൊ ജാസിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട്, ബാഡ് കമന്റ്സ് പറയുന്നുണ്ട്, അപ്പോ ഇത്രമാത്രം ഹെയ്റ്റ് ഒന്നും ഈ ഒരു വ്യക്തി അർഹിക്കുന്നില്ല, ഒരുപാട് സ്നേഹം? അതുകൊണ്ടല്ല നിക്കണത്, എനിക്ക് ശരിക്കും നിങ്ങളെക്കാട്ടി ഇവര് കമന്റ് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അറിയുന്ന കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അതുപോലെ എനിക്ക് സങ്കടം അറിയാം, ഇവനെ കുറെ ആൾക്ക് എന്നെ പറയണത് പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ വീട്ടുകാരെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഉണ്ടാകുന്ന എനിക്ക് എന്നെ പറയുന്നത് എനിക്ക് ടെൻഷൻ. കാരണം ഞാൻ അതൊക്കെ പണ്ട് മുതലേ കേട്ട് വന്നതാണ്, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇവനും എന്റെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഇവന് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ അവന് അങ്ങനെ ഒരു പേരും കൂടി കേൾക്കുമ്പോൾ ഒരു വിഷമം എനിക്ക് പേഴ്സണലി നല്ല ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ജാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കുമല്ലോ അറിയാവുന്നേ, ഞാൻ ആണായിട്ട് ജനിച്ചു പക്ഷെ എന്റെ ഐഡന്റിറ്റി ഇതല്ല എന്ന്. ആ സമയത്ത് പേടി തോന്നിയിരുന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെടുത്തെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയിരുന്നോ? എനിക്ക് പേടിയല്ല, എനിക്ക് ഞാൻ വിചാരിച്ചത് എന്റെ ലൈഫിൽ ഇതെന്താ ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ഇത് എനിക്ക് മാത്രമുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഞാൻ വേറൊരാളെ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്കൂളിലാണെങ്കിലും എൻ്റെ ചുറ്റുപറ്റത്താണെന്നുണ്ടെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും ഒക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും? എനിക്ക് പൊതുവെ ലേഡീസ് ഡ്രസ്സിനോടായിരുന്നു അന്ന് താല്പര്യം. ചേച്ചിമാരുടെ ഡ്രസ്സ് എടുക്കുക, വള എടുക്കുക, മാലെടുത്ത് കമ്മലിടുക, അങ്ങനെയൊക്കെ കളിക്കുമ്പോഴും അമ്മയായിട്ട്. അപ്പോൾ നമ്മൾ പണ്ട് കളിക്കില്ലേ, ഞങ്ങളവിടെ കുഞ്ഞിച്ചോറും കൂട്ടാനെന്നാ പറയാ. അപ്പൊ അത് കളിക്കുമ്പോൾ ഞാനായിരിക്കും അമ്മ. എനിക്ക് അമ്മയാവാൻ ഇഷ്ടം, എനിക്ക് അച്ഛാവാൻ ഇഷ്ടമല്ല. അതേപോലെ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് അന്ന് ഇവനോട് സ്റ്റോറി കുറെ പറഞ്ഞിട്ടുണ്ട്. അന്ന് കേസറ്റ് കിട്ടും. ആണോ? അന്ന് ചെറിയ കേസറ്റ് കിട്ടും, വലുതല്ലേ, കുഞ്ഞു ഓലയുള്ള കേസറ്റ്, പണ്ടത്തെ, കുറച്ച് വയസ്സായേ. അപ്പൊ അതിങ്ങനെ കൊറേ ഇങ്ങനെ എടുത്തിട്ട് കൊറേ ആയിട്ട് മുടി പോലെ ആക്കിയിട്ട് തലയിൽ മുടി വെക്കും, എന്നിട്ടാണ് കളിക്കുക. അപ്പൊ അതൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്തിട്ടൊരു അനുഭവം പറഞ്ഞതാ. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഞാൻ വേറെ ആരും കാണുന്നില്ല, അപ്പൊ എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മാത്രം പഠിച്ചോനെ ഇങ്ങനെ, ഇത് ഞാൻ മാത്രമല്ല ഈ ലോകത്ത്, ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എന്താണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്സിൽ 10th എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുഹമ്മദ് എന്ന്. അപ്പം ആ മുഹമ്മദ് ഞാൻ നല്ല കമ്പനിയാണ്. മുഹമ്മദിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ, മുഹമ്മദ് ഇങ്ങനെ എന്താ 10th പഠിക്കുമ്പോൾ, അതിന് മുമ്പ് ഞാൻ വേറെ ആരും കാണുന്നില്ല. അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഉണ്ട്,
എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ആ ഫ്രണ്ടിന്റെ കണക്ട് ആദ്യമായിട്ട് അപ്പൊ മുഹമ്മദിനോടാണ് ഇത് പറഞ്ഞത്. അപ്പൊ നേരത്തെ ഈ ഡ്രസ്സുകളും ഈ വളകളും ഇട്ട് നോക്കാറുണ്ടെന്ന് ആവും നമ്മളെ ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും മനസ്സിലാവും. കാരണം അവരോട് പറയല്ലോ ഇതെന്താ നിന്റെ മോൻ ഇങ്ങനെ നടക്കുന്ന പെണ്ണുകളെ കൂടെ നടക്കുന്നത്. അവര് ചോദിച്ചിരുന്നു അപ്പൊ? ചോദിച്ചിരുന്നു. ഞാൻ കളിക്കുന്ന സമയത്ത് പെൺകുട്ടികളുടെ കൂടെ കളിക്കുക, ആളുകളുടെ കൂടെ കളിക്കാൻ ഞാൻ പോവില്ല. കാരണം അവരെന്നെ കളിക്കാൻ കൂട്ടത്തില്ല. അവർ അടിക്കുന്ന ബോളും പന്തും പോയി എടുത്തുകൊണ്ടിരായിരിക്കും എന്റെ പണി. അപ്പൊ എനിക്ക് കളിക്കാനും പറ്റത്തില്ല. അവര് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പോവാറില്ല അവരുടെ അടുത്തേക്ക്. അതൊക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഭയങ്കര നല്ലോണം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൂട്ടത്തിൽ നിന്ന് ചെക്കന്മാര് കളിയാക്കും, പെൺകുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴും കളിയാക്കും. കുറെ എനിക്ക് എന്റെ വാസ്റ്റ് ലൈഫ് എന്ന് പറയാൻ വലിയ സന്തോഷമുള്ള ലൈഫ് ഒന്നുമല്ല. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ കണ്ണാടിന്റെ മുന്നിലൊക്കെ പോയിരുന്ന കാര്യ. അതുപോലെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എന്തായിരുന്നു ഈ ഗ്രോയിങ് അപ്പില്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന സമയത്ത് കുറെ ആൾക്കാർ, കുറെ ചെക്കന്മാരെ ക്ലാസ്സിലല്ല സ്കൂളിലെ കുറച്ച് ചെക്കന്മാര് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹറാസ്മെന്റ് ചെയ്തു. അന്നൊരു എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ഒരു യുവജനോത്സവമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് NCC ഉണ്ട്. അന്ന് NCC ഉണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ആൾക്കാരെ NCC കേഡറ്റ് ആയിട്ട് എടുക്കുള്ളൂ. ഞാൻ അന്ന് അത്ര ആഗ്രഹങ്ങൾ പറഞ്ഞതുകൊണ്ട് താങ്ക് യു സെയ്ദീൻ മാഷിനോട് ഞാൻ പോയി ഓഫീസിൽ പോയിട്ട് സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ ഇതിൽ അഭിനയിക്കാൻ. അന്ന് എന്താ പറയുക, ഞായറാഴ്ച പരേഡ് ഉണ്ടാവും. ഈ പരേഡ് കഴിഞ്ഞിട്ട് അന്ന് പൊറാട്ടയും എഗ് കറിയും ആയിരിക്കും കിട്ടുക. ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ കിടത്തായത്. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ സെൻസാർ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ 10th എക്സ്ട്രാ മാർക്ക് കിട്ടും. ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് അങ്ങനെ? ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ 10th മാർക്ക് ആണെങ്കിൽ ഇതിന്റെ ഗ്രേഡ്സ് മാർക്ക് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒരു ഫോക്കസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാഫ് റൂമിൽ പോയി പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് എടുക്കുന്നത് സാറ്. അപ്പൊ അന്ന് ആ ഡ്രസ്സ് ഇട്ട് വളരെ ചെറുതാ. ആ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് അന്ന് ഇടുന്ന ഒരു പണ്ടത്തെ പോലീസുകാരെ പോലത്തെ ഡ്രസ്സായിരിക്കും. പാൻറ്റൊന്നും കിട്ടത്തില്ല, ഒരു വലിയ ട്രൗസർ ആയിരിക്കും, ഇങ്ങനത്തെ ബാഗി ജീൻസ് ഒക്കെ വലിയൊരു ട്രൗസർ. അപ്പൊ ഞാൻ അതിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഭാഗത്ത് സ്കൂളിലെ പരിപാടിയാണ്, യുവജനോത്സവമാണല്ലോ. അപ്പൊ അങ്ങോട്ട് ചെക്കന്മാരെ കടത്തി വിടരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ 3-4 പേര് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. പോലീസ് ബെഞ്ചൊക്കെ ഇട്ട് മേലെ അങ്ങനെ കയറി ഇരിക്കുക. കുറച്ച് ചെക്കന്മാർ വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, ഇതിൽ കൂടെ എൻട്രി ഇല്ല, അപ്പുറത്ത് കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഡെസ്ക് ഒക്കെ എടുത്ത് മാറ്റിട്ട് അവരങ്ങനെ കടക്കുക. അപ്പൊ ആ സമയത്ത് എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാകുമ്പോ ഇങ്ങനെ അന്ന് ചാന്തപ്പൊട്ട് സിനിമ ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അന്ന് ഇപ്പോഴാണ് ആൾക്കാർ അങ്ങനെ ആ സിനിമയുടെ കാര്യം പിന്നെ പറയാം. അപ്പൊ എന്താണ് ഈ ഇന്നെ കണ്ടിട്ട് ഇവര് അന്ന് പെൺകൂസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്താ പെണ്ണ, നീ പെൺകൂസനാണോ, അങ്ങനെയാണോ എന്നൊക്കെ. അന്ന് ഈ 9 എന്നുള്ള വീഡിയോ ഒന്നും എനിക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നെ പറഞ്ഞിട്ട് അടിക്കുക അങ്ങനെ ചെയ്യുന്നത്. അതാണ് എന്റെ ലൈഫിൽ. അത് അന്ന് കുറെ കരഞ്ഞു. അത് വീട്ടിൽ പറയാൻ പേടിയാണ്. കാരണം വീട്ടിൽ പറഞ്ഞാലും പേടി. കാരണം ഞാൻ പെണ്ണുകളെ പോലെ ആയതുകൊണ്ടാണ് എന്നെ അടിച്ചത്. അപ്പൊ നീ ആണോട് പോലെ നടക്കുന്ന വീട്ടുകാർ പറയുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അന്ന് അത്യാവശ്യം ബുദ്ധി ഉണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ കുറെ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒക്കെ പറയാൻ പേടിയാണ് എനിക്ക്. ബീറും കുപ്പിയിട്ടൊക്കെ എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട്. ബീറിന്റെ കുപ്പിയിട്ട് കളിക്കുന്ന സമയത്ത് ബീറും കുപ്പിയിട്ട് എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട് തലയ്ക്ക്. അതൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. ഇപ്പൊ ജാസിന്റെ ലൈഫ് സ്റ്റോറി മൊത്തം അറിയാലോ. ഇനി ആഷിനെ കുറച്ച് ചെറുപ്പത്തില് തമാശകളൊക്കെ പറയും. ഫസ്റ്റ് ഗേൾഫ്രണ്ട് എപ്പോഴായിരുന്നു? ഗേൾഫ്രണ്ട്സ് ആയിരുന്നു. ആഷി ഭയങ്കര പോവാല. ഇവര് നാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോഴി എന്നുള്ളൊരു സംഭവം. ഇത് കോഴിയല്ല, ഇത് കാട്ടുകോഴി. കല്യാണത്തിനൊക്കെ പോലെ ബോയ്സ് ഇരുന്നില്ല. അപ്പൊ ഞങ്ങള് കല്യാണത്തിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മഞ്ഞ എനിക്ക്, പച്ച എനിക്ക്, ബെറ്റ് വെച്ച് ചോദിച്ചിരുന്നു ടൈമില്. ബെറ്റൊക്കെ വെച്ചിട്ട് എന്തൊരു അഭിമാനം. അങ്ങനെ ടൈമിൽ ജാസിനും അതുപോലെ എന്റെ കൂടെ ഒരു പെൺകുട്ടിയെ നോക്കിയത്. പിന്നെ ആ സമയത്ത് പിന്നെ അവളെ കല്യാണം കഴിഞ്ഞു. ഇവന് ഓൾറെഡി തേപ്പും കിട്ടിയിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. ഇല്ല, ഞാൻ ഹംസമായിരുന്നു. ദൂത് കൊണ്ടുവന്ന ഹംസമായിരുന്നു ഞാൻ. ഇപ്പൊ അന്നെ ഞാൻ സ്നേഹിക്കുന്ന അനിയനെ ഫ്രണ്ടിന്റെ കാര്യം കയ്യിലെടുക്കും. എന്റെ ലെറ്റർ ഒക്കെ കൊടുക്കുമ്പോ അനിയന്റെ കൊടുത്തിട്ട് അങ്ങനെ ജാസിനെ കിട്ടിയത്. സ്കൂളിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ പെൺകുട്ടികളായിട്ടായിരുന്നു കമ്പനി മുഴുവൻ. എനിക്ക് ആണുങ്ങൾ കമ്പനി ഇല്ല. അപ്പൊ ഈ ആണുങ്ങള് എന്റെ കൂടെ നടക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ എന്റെ അടുത്തൊക്കെ ഫസ്റ്റ് വരിക. ജാസ്തി എനിക്ക് ഇങ്ങനെ അവളെ ഇഷ്ടമാണ്, എന്നാ പുളിയച്ചാറ് അല്ലെങ്കിൽ മഞ്ച്. അപ്പൊ ഞാനത് വാങ്ങും. ഞാനത് അല്ല, എനിക്ക് അത് എനിക്ക് കിട്ടുന്നതാണ്. അവർക്ക് നീ ഇത് അവൾക്ക് കൊടുക്കണം. അപ്പൊ അന്ന് 2 മഞ്ച് അവൾക്ക് കൊടുക്കുമ്പോ അടുത്തൊരു മഞ്ച് എനിക്ക് കിട്ടും. അങ്ങനെ അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സുകളില് ചെക്കന്മാരെ ഇഷ്ടം പറഞ്ഞത് എന്നോടായിരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയി പറയാൻ വേണ്ടിട്ട് എനിക്ക് അന്ന് കുറെ കൈക്കൂലിക്കാൻ വാങ്ങിച്ചു.